ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പോലും ടെക്നിക്കലി നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എഞ്ചിനീയറിംഗ് അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഒരു എഞ്ചിനീയറാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്താണ്, ഇപ്പോൾ പൊളിയതാണ്. അതിനൊന്നും സംഭവിക്കാൻ പാടില്ല, ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. ഞാൻ പറ്റി ഇവിടെ ഇവർ മരിക്കുമ്പോൾ എല്ലാം നല്ല പറയും, ജീവനോടുള്ളപ്പോൾ ആരും നല്ല പറയില്ല. മരിക്കുമ്പോൾ പ്രതിപക്ഷ ആൾക്കാരൊന്നും പറയും ഇങ്ങേരെ അതറിയുന്നുണ്ടോ, ഇല്ലല്ലോ. പണ്ട് അച്യുതമേനോൻ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. പണ്ട് കമ്മ്യൂണിസ്റ്റത്തിൽ ഒരുപാട് ബുദ്ധിജീവികളും ഒരുപാട് മനുഷ്യസ്നേഹികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വെറും മനോരോഗിലെ ഗുണ്ടകളാണ്. പ്ലേറ്റോൺ ഫിലോസഫി പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും. പൃഥ്വിരാജ് പണ്ട് കുറേ സത്യം പറഞ്ഞു, ഇപ്പോൾ പറയാറില്ല. ഇതേപോലെ പാർവതി തിരുവോത്ത്, ഇപ്പോൾ ശാന്തരാ തോമസ്, അവർ ജെന്യുനായിട്ട് പറയും, അവർ ജെന്യുനായിട്ട് പറയുന്നത് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുണ്ടാവും. അതാണ് എനിക്ക് സംഭവിച്ചത്. ഇപ്പോൾ എൻ്റെ പേരിൽ ട്രാൻസ്ജെൻഡർ കേസ് തോന്നി, എൻ്റെയും പേരിടല ആളെ കണ്ടിട്ട് കൂടുതലില്ല, എന്നിട്ട് എൻ്റെ പേരിൽ കള കേസ് ഉണ്ടാക്കി. എങ്ങനെ ഒരു പെണ്ണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു ലിവിങ് ടൂത്തറ ഗേൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാറ്റി പറയുന്ന പറയാൻ പറ്റില്ല. ഇന്നൊരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളില്ലാതെയാണ് റിമാൻഡ് ചെയ്യുന്നത്, 2 ആഴ്ച റിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട് ജീവൻ നശിപ്പിക്കാം. കേരളത്തിൽ പൊളിറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആണ്. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ചെയ്ത്താൻ പറഞ്ഞ ആൾ മോഹൻലാൽ 10-12 വർഷം ക്രിട്ടിസൈസ് തുടങ്ങിയിട്ട്, ഇതേ ചെയ്ത്താൻ തമിഴ്നാട്ടിൽ പോയിട്ട് രജനീകാന്തിനെയും വിജയ് പറഞ്ഞ ജീവനോട് ഇരിക്കും. പല ആൾക്കാർക്കും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, അണ്ണൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പോകാൻ പ്ലാൻ ഉണ്ട്. അണ്ണൻ അങ്ങനെ ഒരു അവസരം വന്നാൽ അണ്ണൻ പോകും? ഞാൻ പോകും. ഈ ഫെയിം എത്ര ആണെന്നൊക്കെ എനിക്കറിയില്ല. ഇതൊരു ഇന്റർനെറ്റ് ആക്കാൻ നോക്കിയിട്ട് ആവുന്നില്ല. ഓക്കെ, അണ്ണൻ ഇത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല അല്ലേ? ശ്രമിക്കുന്നുണ്ട്. ഈ ഫെയിം നല്ല രീതിയിലേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്, മസാല ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ മൈത്രേണോ ആ രീതിയിൽ പോകാൻ താല്പര്യമുണ്ട്, അങ്ങനെ പോകാൻ സമ്മതിക്കുന്നില്ല. ആരാ സമ്മതിക്കാതെ? ഈ മലയാളികൾ തന്നെ. കാരണം മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. ഇവർക്ക് ആരും ഗുണം പിടിക്കുന്ന ഇഷ്ടമല്ല, ഒരാൾ പൊങ്ങി വരുന്ന ഇഷ്ടമല്ല. അണ്ണൻ നല്ല രീതിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ റീച്ച് കുറയ്ക്കുന്നു. എനിക്കിപ്പോൾ ഇന്റർവ്യൂ വരുമ്പോൾ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് കുറവാണ്. എൻ്റെ യൂട്യൂബിൽ ഇതിലെല്ലാം ഉള്ളത് ഈ ഫാൻസുകാരാണ്, അത് ഇങ്ങനത്തെ ആൾക്കാരാണ്. അവിടെ എന്ത് നല്ല പറഞ്ഞാലും തെരുവിളിയാണ്. ഇതെന്ത് ചെയ്യാണ്? എന്ത് പറഞ്ഞാലും തെരുവിളി. ഇവിടെ ഒരു IAS ഓഫീസറായി ഡോക്ടർ രാജനാഥൻ സ്വാമി പറഞ്ഞു, എല്ലായിടത്തും 10th 12th IIT IAS എല്ലാം ടോപ്പറായി. അയാൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒതുക്കി നശിപ്പിച്ചു കളഞ്ഞു. അയാളുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ ലൈഫ് എല്ലാം പോയി. ഇതാണ് കേരളത്തിലെ അവസ്ഥ. കേരളത്തിൽ വിവരമുള്ള ആൾക്കാർ കേരളം വിട്ട് പോയി. ഇവിടെ ഇരിക്കുന്ന കുറെ കൂറുകളാണ് പറഞ്ഞത്, അവരാണ് ഈ കമന്റ് ചെയ്തത്. ആൾക്കാരും ഇവിടെ ഇല്ല. കമന്റ്സ് എന്തൊക്കെ മരിച്ചുപോയ ഫാറിനെ വിളിക്കുക, എന്തിനാ അങ്ങനെ പറയുന്നത്? അവർക്ക് ദേശം എന്നെ കുറിച്ച് എന്തൊക്കെ വൃത്തിയായിട്ട കമന്റ്സാ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കേസാവും. ഇവർ കമന്റ്സിൽ എന്തൊക്കെ വൃത്തിയായിട്ട് ഇട്ട് വെക്കണം. ഈ ക്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ കുറേ വിമർശിച്ചില്ല. ഇവർക്ക് സുഖം കിട്ടുകയാണ്, ഇവർക്കതൊന്നും സുഖം കിട്ടുകയാണ് ഇത് പറയുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഓടുന്നത്. സിനിമാ ഫീൽഡിൽ അണ്ണൻ്റെ ഏറ്റവും വലിയ ശത്രുവാ? ആ ഒരു ഗ്യാങ്ങാണ് എന്നെ ഒതുക്കാൻ ശ്രമിച്ചത്. ഏത് ഗ്യാങ്? ട്രിവാൻഡ്രം ബെൽറ്റാണ് അണ്ണൻ ഒതുക്കാൻ ശ്രമിച്ചത്. അതിലൊരുപാട് കളി നടന്നുണ്ട്. എന്നെ ഒതുക്കണമെന്ന് നല്ല ശ്രമം ഉണ്ടായിരുന്നു. തുടരും സിനിമയ്ക്ക് റിവ്യൂ കൊടുക്കാൻ പാടില്ലെന്ന് ഉണ്ടായിരുന്നു. ആ ദിവസമാണ് അറസ്റ്റ് ചെയ്ത. പിന്നെ പ്രോസിക്യൂട്ടർ വന്നില്ല. നല്ലൊരു കളി നടന്നുണ്ട്. ആണോ? അതെന്തുകൊണ്ടാണ് അണ്ണൻ ആ ഒരു ടീം അണ്ണനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവരെല്ലാവരും ഒതുക്കിയുണ്ട്. എറണാകുളം ഗോപി, ഇപ്പൊ ദിലീപിന്റെ എല്ലാ കേസ് പറഞ്ഞാൽ ട്രാപ്പാണ്. അങ്ങനെ ഒരുപാട് പേര് ഒതുക്കില്ല. അവർ മാത്രം നിൽക്കാൻ പാടില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ അണ്ണൻ ഈ പറഞ്ഞ കാര്യത്തിന്? അവരെന്നെ പല വീഡിയോസിൽ പറയണ്ടല്ലോ, ഇങ്ങനെ ഞങ്ങൾ ഒതുക്കുന്നു പറയണ്ടല്ലോ. ഇന്ന ആളെ വിളിച്ചു പറഞ്ഞു. എന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ഒരു നടി കണ്ടു. ആ നടി പ്രൊഡ്യൂസർ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തി. അതാണ് കേസായിരുന്നു അതിനെ കുറിച്ച്. അതിൽ ഏറ്റവും ഇവരറിയാൻ തന്നെ കാരണം അടിയിൽ ഓർത്തപ്പോൾ ടാഗ് ചെയ്യും അമ്മ. അതിലെ ഒരു ആക്ട്രസ് അവര് ഞാൻ ഫോൺ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. അവരാണ് ഇത് ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ മെയിൻ ആൾക്ക് കൊടുത്തിട്ട് അവരാണ്. ഇവർക്ക് സിനിമാക്കാർക്ക് പോലീസിൽ നല്ല ഹോൾഡ് ഉണ്ട്. പോലീസ് കറപ്റ്റാണ്. ഒറ്റ കാര്യം പറയട്ടെ, ഇപ്പൊ അണ്ണന്റെ വീട് തറവാട്ട് പേരെന്താ? പുത്തമ്പുരക്കൽ. ഞാൻ നാളെ പബ്ലിക്കിലെന്ന് പറയണേ, പുത്തമ്പുരക്കലിലെ ഫാമിലിയിലെ എല്ലാവരും മോശക്കാരാന്ന് പറഞ്ഞേ. അണ്ണൻ മോശമാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനിപ്പോ നാളെ വന്ന് അങ്ങനെ പറയാ, സത്യമാണെങ്കിൽ സമ്മതിക്കാം. ഓക്കെ, ഞാൻ നാളെ വന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അണ്ണന്റെ അഭിപ്രായം എന്തായിരിക്കും?
അത് സത്യമാണെങ്കിൽ അംഗീകരിക്കും. അല്ല അത് സത്യമാണോ ഞാൻ പറയുന്നത്? സത്യമാണെങ്കിൽ അംഗീകരിക്കും. ഓക്കെ, ഞാൻ പറയണെന്ന് വിചാരിച്ചോ? സത്യമാണെങ്കിൽ അംഗീകരിക്കും. ഓക്കെ, ഞാൻ പറയുകയാണ് പുത്തമ്പുരക്കൽ ഫാമിലിയിലെ ആറാട്ടണ്ണൻ തൊട്ട് ആ ഫാമിലിയിൽ എല്ലാവരും മോശമെന്ന് പറയാണ്. നാളെ ഞാൻ പറയാം, അണ്ണൻ്റെ അഭിപ്രായം എന്തായിരിക്കും? കുറേ ശരിയാണ്, കുറേ ശരിയാണ്, എല്ലാവരും മോശം എന്ന് പറഞ്ഞാൽ കുറേ ശരിയാണ്. പക്ഷെ എൻ്റെ ഫാദറിനാണ് പലർക്കും ജീവൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അവരെല്ലാം മാറി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നാളിങ്ങനെ എനിക്ക് ജയിലിലായപ്പോൾ ജാമ്യം നിൽക്കാൻ പോലും അവർ തയ്യാറായില്ല. വന്ന വഴി പറഞ്ഞവരാണ്. അവർക്കെല്ലാം ജീവൻ ഉണ്ടാക്കി കൊടുത്തത് എൻ്റെ ഫാദറാണ്. ആ ഫാദറിൻ്റെ മകനെ ആവശ്യം വന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അണ്ണാ അതെന്തുകൊണ്ടാണെന്നറിയോ? അണ്ണൻ ജയിലിൽ പോയേക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടൊന്നല്ല. അണ്ണൻ പറഞ്ഞേക്കുന്നത് ഒരു സമൂഹത്തിൽ, ഞാൻ പറയാം ഒരാളുണ്ട് ഇത് മുഴുവൻ അന്വേഷിക്കുക എല്ലാം ചെയ്ത നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. അതെനിക്ക് അത്ര പറയാനുള്ളൂ. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. അണ്ണനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് ഞാൻ പറയാം, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അണ്ണനെ തിരുത്താനുള്ള അവകാശമില്ലേ? അപ്പൊ പലരും അണ്ണനോട് നല്ല രീതി അത് വിമർശനമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് പറയുന്ന ഉദ്ദേശം ഒരാളെ അടിച്ചമർത്താൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ പറയുന്നത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരാം. അണ്ണൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞാൻ മലയാളം നടിമാരുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു നടിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു നടിമാരുടെ പേര് പറഞ്ഞിട്ടില്ല. എല്ലാവരും അല്ല പറഞ്ഞു. ഞാൻ ഒരു നടിയുടെ പേര് പറഞ്ഞിട്ടില്ല, മലയാളം സിനിമയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ അണ്ണാ, ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം, പുത്തമ്പുര ഇതേ ആൾക്കാർ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്നപ്പോൾ മാള പറഞ്ഞ എന്താ പറഞ്ഞു, സിനിമയിൽ ഇതെല്ലാം നോർമൽ അല്ലേ? അതല്ല ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്കിൽ എന്താ കാണിക്കുന്നത്? സിനിമ ഫീൽഡില് കള്ള്, ഡ്രഗ്സ്, ചതി, പെണ്ണ്, അതിലേക്ക് വരാം. നമ്മൾ ഞാൻ പറയാം, ശ്രീകുമാരൻ ചോദിച്ചു കള്ളും പെണ്ണില്ലാത്ത ഏതെങ്കിലും സിനിമാക്കാരനുള്ള ശ്രീകുമാരൻ തമ്പി ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരെന്നെ പല സിനിമയിൽ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളല്ല. ഹേമ കമ്മിറ്റിയിൽ വരുന്നത് എങ്ങനെയാണ്? മനസ്സിലായി, ഇതെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളാണ്. അണ്ണനെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അതെന്നെ വെറുതെ എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ പറഞ്ഞ അണ്ണന്റെ ഭാഗത്തു നിന്നൊരു തെറ്റാണ്. ഇപ്പൊ ഞാൻ പറയാം, പുത്തമ്പുരക്കൽ ഫാമിലിയിലെ എനിക്ക് സംസാരിക്കാൻ കുറെ സംസാരിക്കാനുണ്ട്. കോർട്ടിൽ നിൽക്കുന്ന കാര്യമാണ്. കോർട്ടിൽ നിൽക്കുന്ന കാര്യം കൊണ്ട് ഞാൻ ബെണ്ടാത്തത്. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയും, എന്നും ഞാൻ പറഞ്ഞത് സത്യങ്ങളാണ്. പെരേരെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും സത്യങ്ങൾ തന്നെ പറഞ്ഞു. സത്യങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി നമ്മളൊന്ന് ക്ലിയർ ആക്കാനാണ്. ഇപ്പം അണ്ണന് തന്നെ ആഗ്രഹമുള്ളതാണ്, അണ്ണന് കുറച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം, എല്ലാവരുടെയും റെസ്പെക്ട് വേണമെന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പറഞ്ഞാൽ ഞാൻ ഓവർ ഫ്രാങ്ക് ആണ്, പല കാര്യം തുറന്നു പറയും. അതുകൊണ്ട് ഒരുപാട് സത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമ ഫീൽഡിൽ ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ വേറെ വല്ല രീതിയിൽ പോയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതല്ല അണ്ണൻ പറയുന്ന സത്യങ്ങൾ ചിലപ്പോൾ പറയുന്ന രീതിക്കായിരിക്കും പ്രശ്നം. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ പറയുന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ പ്രശ്നം. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കോമാളിയിലെടുത്ത്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ പലതും ആൾക്കാർ എന്താ കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ഷേമിങ്, ബോഡി ഷേമിങ് കാണിപ്പിക്കുന്ന ആളെയാണ്. എന്റെ ഫേസ് ഷേമിങ്, പെൺകുട്ടികൾക്ക് എന്റെ മുഖം കാണുമ്പോൾ ചിരിയാണ്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടാ എന്റെ മുഖം മുഖത്തിന്റെ പ്രശ്നമൊന്നും മണപ്പൂർ ഒന്നും കാണിച്ചിട്ടില്ല. അന്നൊന്നും കാണിക്കാൻ പെൺകുട്ടികൾക്ക് എന്റെ ചില പോസ്റ്റ് അല്ല ഇവര് സ്ട്രിക്കർ ആയിട്ടുള്ള അയക്കുന്നുണ്ട്. ഇവർ കണ്ട് എന്റെ മുഖം കണ്ട ഇവർക്ക് ചിരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജഗദീഷ് ചേട്ടൻ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ജഗദീഷ് പെൺകുട്ടിയിലെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന എന്റെ ഫേസിനെയാണ്. എന്റെ മുഖം കാണുമ്പോൾ അവർക്ക് ചിരി വരികയാണ്. അത് ട്രോളും മറ്റല്ല. ട്രോളാണ് നല്ല ക്രിയേറ്റീവാണ്, എല്ലാം. ഈ ട്രോളാണ് എന്നെ ഏറ്റവും കോമാളിയാക്കിയത്. കാരണം ഒരുപാട് പെൺകുട്ടികൾ ട്രോളാണ് മെയിൻലി കാണുന്നത്. ആ ട്രോളിൽ ഇല്ലാത്ത കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്ത് കാണിക്കുകയല്ലേ. ട്രോളാണ് എന്നെ കോമാളിയാക്കിയത്. അതിന് നമ്മൾ നിന്ന് കൊടുക്കുന്നില്ലേ? നിന്ന് കൊടുക്കാൻ നമ്മളെ റിവ്യൂ, ഞാൻ 1:30 പോകുന്ന പടം കാണുന്നു, റിവ്യൂ കൊടുക്കുന്നു, വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് അടിച്ചു കേട്ടത്? പാപ്പരാജ് പോലെ ഒരിക്കൽ ഒരു വീടുകായിട്ടാണ് പ്രിയ പോകും, നിഖിലാവിമ്പ് ഈ വഴി വരുന്നു, ഞാൻ ഈ വഴി പോകും. രണ്ടുകൂടും കമ്പൈൻ ചെയ്ത് പറയാൻ നിഖിലാവിമ്പിൽ ആരാട്ടം മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? നിഖിലാവിമ്പ് ഈ വഴി പോകുന്നു, ഞാൻ ഈ വഴി പോകുന്നു, രണ്ടും കമ്പൈൻ ചെയ്ത ഇങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്യാനാ? ഐസൊലേഷനിലേക്ക് കൈ കൊടുത്ത അവർ എനിക്ക് യാതൊരു പ്രശ്നമില്ല, ആൾക്കാർക്കാണ് പ്രശ്നം. അവർ ബിസി പോയിക്കൊണ്ടാണ് അവർ പോയത്. അതിനെ അവർ കുറ്റം പറയാം. ഇത് എന്താ അറിയോ, ഈ അണ്ണനെ സംഭവം പറഞ്ഞ പാപ്പരാസിൽ ഏത് ആംഗിളിലും എടുക്കുന്ന അറിയില്ല. ഇപ്പൊ അനാർക്കന്മാർക്ക് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അനാർക്കന്മാർക്ക് എന്നെ വെച്ച് പോസിറ്റീവ് പറഞ്ഞാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ പറയും വെയിറ്റ് ചെയ്യും, ഇവന്മാരെ എടുത്തിടും. ആരാട്ടൻ നടിയെ വായ നോക്കുന്നു. ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങനത്തെ വീഡിയോസേ ഓടുള്ളൂ. അതുകൊണ്ടാണ് കാണിക്കുന്നത്. അണ്ണന് ആഗ്രഹമില്ലേ അങ്ങനെ ഓടാൻ? എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അപ്പൊ അണ്ണല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞു എനിക്ക് മസാലയും വേണം, നല്ലതും വേണം. ഇതില്ലാത്ത മസാലയാണ്. ഇതില്ലാത്ത മസാല എന്ന് പറഞ്ഞാൽ അണ്ണൻ പറയുന്നത് മറ്റേ സാധനമാണ്. ശശിയാണെന്ന് പറഞ്ഞ രാത്രിയാകുമ്പോ വന്നത്.
അത് ഹോട്ടാണ് സെക്സ് ചെയ്യാൻ തോന്നുന്നത് എന്താണ്? അതിലെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? ഹോട്ടാണ് സെക്സ് ചെയ്യാൻ മിക്ക നടിമാരും കാണാൻ ഭംഗിയുണ്ട്. ഹോട്ടാണ് സെക്സ് ചെയ്യാൻ എനിക്ക് ക്രഷാണ്, എനിക്ക് അവരോട് ലിപ് ലോക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെയാണോ പറയുന്നത്? ലിപ് ലോക്ക് ചെയ്യാൻ സിനിമയിലെ പറഞ്ഞ, ജീവിതത്തിലല്ല സിനിമയിലെ പറഞ്ഞ. സിനിമയിലെ മായാനന്ദി സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ്. ഓക്കെ, സിനിമയിലാണ്. സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ ലാലേട്ടൻ തന്മാത്രയിൽ ന്യൂഡേറ്റ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അത് കഥാപാത്രം. ഞാനും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം പറയട്ടാണ്. അപ്പൊ ഈ രാത്രിയാകുമ്പോൾ വീഡിയോയിൽ വന്നിട്ട് ഈ പറയുന്നത് ശരിയാണെന്നാണോ ഞാൻ പറയുന്നത്? അല്ല, ഈ ഹോട്ടൽ ഇതിനെക്കാട്ടും എത്ര പ്രശ്നം. നമ്മളൊരു ഇതേ പറയണില്ല. ഇവിടെ ഓരോ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി എടുത്ത് നോക്കി, ആ റിപ്പോർട്ട് എടുത്ത് നോക്കി, എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്. നടിമാരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു സിനിമാ ഫീൽഡ് പണ്ടാണ്. ഇപ്പോഴാണ് ഒന്ന് മാറിയതാ. പണ്ട് എത്രയോ നടിമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്താ, ഒരാണും പെണ്ണും മ്യൂച്വലും ചെയ്യണം. ഇത് നിർബന്ധിച്ചാ ചെയ്യിപ്പിക്കണം. എത്ര പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് സിനിമയിൽ പിടിച്ചു കഴിഞ്ഞെങ്കിൽ പ്രൊഡ്യൂസറിന്റെ കൂടെയും ഡയറക്ടറിന്റെ കൂടെയും മെയിൻ ആക്ടറിന്റെ ഒപ്പം എല്ലാം കിടക്കണം. അതൊക്കെയല്ലേ ഇഷ്യൂസാണ്. ഇവിടെ നടിയെ ആക്രമിച്ച കേസ് വന്നിട്ട് പോലും ആ കുറ്റാരോപണമാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ആ നടിക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ല. എല്ലാവരും പറയും ഞങ്ങൾ നടിയുടെ ഒപ്പമാണ്. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറ്റാരോപണം തന്നെയാണ്. ഇവിടെ പണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഫാക്ടേഴ്സാണ്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും പലതും നടക്കുന്നുണ്ട്. നമുക്ക് സത്യം അറിയില്ല. സത്യം അറിയുന്നതിനെ കുറിച്ച് മാത്രവും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ അവിടെ പണം പറയുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ചില ശാന്തൽ ദിനേശൻ പറഞ്ഞ ദിലീപ് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ശാന്തനോട് പറയാം ഞാനിത് ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് അങ്ങനെ ആരും വിശ്വസിക്കില്ലല്ലോ. നമുക്ക് നിയമവ്യവസ്ഥയുടെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. നോക്കിക്കോട്ടെ. ഇപ്പൊ മണിയാണ് മെയിൻ തിങ്. ക്യാഷ് ഇസ് പവറിനുള്ള പണമുള്ളവർ ഇപ്പൊ ഇവിടുത്തെ പോലീസ് എല്ലാം കറപ്റ്റാണ്. എവിടെ നീതിയില്ല. ഇപ്പൊ എന്റെ പേരിൽ ട്രാൻസ്ജെൻഡർ കേസ് തോന്നി. എന്റെയും പെരേരല്ല ആളെ കണ്ടിട്ട് ഉള്ളൂല്ല. ഞാൻ പെരേര ആട്ടായം ബ്രൈറ്റ് ഇങ്ങനെ വന്ന ആരാട്ടമില്ലെങ്കിലും ഗ്രൂപ്പ് ഉണ്ട്. എന്റെ പെർമിഷൻ വാങ്ങിയാൽ തുടങ്ങി. അവരുണ്ടാക്കിയ പ്രശ്നമാണ്. ട്രാൻസ്ജെൻഡറിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് എന്റെ പേരിൽ കളകേസിലാക്കി. വേറെ ആൾക്കാരാണ് ആത്മഹത്യയാണ്. കാരണം ടി വിയിലെ ന്യൂസ് വരുന്ന അങ്ങനെ ആത്മഹത്യയുടെ ഒക്കെ എത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനിപ്പോൾ എനിക്ക് എത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ മദറുണ്ട്. മദറിനെ എന്നെ ഡിപ്പെൻഡ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആളാണെങ്കിൽ ആത്മഹത്യ തന്നെയാണ്. കാരണം 2 ന്യൂസ് സാറ്റലൈറ്റ് ചാനൽ, ഓൺലൈൻ ചാനൽ, സാറ്റലൈറ്റ് ചാനൽ കാണിക്കുന്നത് എൻ്റെ ഫോട്ടോ ആണ്. 5 പേരുടെ എൻ്റെ ഫോട്ടോ കാണിക്കുന്നത്. അതും എൻ്റെ പേര് സന്തോഷ് വർക്ക്. അപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫാദറിനെ ആൾക്കാരെല്ലാം എന്ത് കഴിക്കും? അവിടെയാണ് നമ്മുടെ ട്രാൻസ്ലേറ്ററെ കണ്ടിട്ടുള്ളൂല്ല. ആ ട്രാൻസ്ലേറ്റ് കണ്ടിട്ടുള്ളൂല്ല. ഇങ്ങനെ ഇതിപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായി കൊടുക്കുന്ന പല നിയമവും ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയാണ്. എന്ത് ചെയ്യാനാ? ഇന്ന് ആളുകളുടെ അവസ്ഥ ദയനീയമാണ്. ഇന്നാളൊരു ന്യൂസ് ഞാൻ കണ്ടു. ഏറെ സ്ത്രീ ഡിവോഴ്സ് ഉപയോഗിച്ചു 12 കോടി രൂപയും കാറും വേണം, BMW കാറും വേണം. സുപ്രീം കോടതി പറഞ്ഞ് സ്വന്തമായിട്ട് അഡ്വാൻസിക്കാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പലരും കല്യാണം കഴിക്കുന്ന പോലെ ഈ സ്വത്ത് ഇടാൻ വേണ്ടിയാണ്. കല്യാണം ഡിവോഴ്സ് ആവും, സ്വത്ത് കൊണ്ടുപോകുക. ആണുങ്ങളുടെ കഷ്ടം ദയനീയമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. എങ്ങനെ ഒരു പെണ്ണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു ലിവിങ് ടൂത്തറ ഗേൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാറ്റി പറയുന്നത് പറയാൻ പറ്റില്ല. ഇന്നൊരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളില്ലാതെയാണ് റിമാൻഡ് ചെയ്യുന്നത്. 2 ആഴ്ച റിമാൻഡ് ചെയ്യുന്നത്. തെളിവുകളും വേണ്ട. അപ്പോൾ ഒരു പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട് ജീവൻ നശിപ്പിക്കാം. അത് പെണ്ണുങ്ങളുടെ കുഴപ്പമല്ല, നിയമത്തിന്റെ കുഴപ്പമാണ്. പണ്ട് ആണുങ്ങളതിനും എല്ലാം ആണുങ്ങളെ മുതലെടുത്ത ഈ പെണ്ണുങ്ങളെ ചെയ്യും. കാരണം അവർ നിയമം അങ്ങനെയായി. എന്തായാലും നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് എല്ലാവർക്കും ഉണ്ട്. പല കാര്യങ്ങളും എത്ര ടൈം എടുക്കണം ഒരു കേസ് സോൾവ് ചെയ്യാൻ? ഞാൻ ഒരുപാട് പ്രശ്നം ഇതൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യും മോളെ പറയണോളെ. അല്ലാതെ പെരേരയും ആറാട്ടനെയും മറ്റേ വനിതാ തിയേറ്റർ നല്ല ഡിസ്കസ് ചെയ്യുന്നത്. സിനിമ വലിയ എത്ര പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനല്ല. എനിക്ക് ആറാട്ടൻ എന്നുള്ളൊരു വ്യക്തിനെ ആയിട്ട് സംസാരിക്കാൻ വേണ്ട. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ണൻ ഒരു സൈഡിൽ ഇപ്പോൾ കുറച്ച് പറഞ്ഞ എഡിസനെ കുറിച്ച് ന്യൂട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സൈഡിൽ അണ്ണൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മസാലയിൽ കൈവെക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് കമലഹാസൻ ഇത്ര വലിയ നടന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് രജനീകാന്ത് അത്ര പോപ്പുലാരിറ്റി ഇല്ല? എന്തുകൊണ്ട് രജനീകാന്ത് ഷാറുഖ് ഖാൻ അല്ല അമീർ ഖാൻ നല്ല ഒരു ഫിലിം മേക്കറാണ്. ആ പോപ്പുലാരിറ്റി ഇല്ല. കാരണം മാസാണ് ഏറ്റവും കൂടുതൽ ഹിറ്റാണ് പടങ്ങൾ. എന്തായാലും ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരായാലും സിനിമാക്കാരായാലും ഈ മാസ് സൈക്കോളജി മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മനസ്സിലാക്കി. ഞാൻ പേര് പറയാം. ഇപ്പൊ പെരേര മാസ് സൈക്കോളജി മനസ്സിലാക്കി കളിക്കുന്ന ആളാണ്. അയാൾക്ക് ക്ലാസ് ഓഡിയൻസ് ഇല്ല. മാസ് സൈക്കോളജി മനസ്സിലാക്കി അയാൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പൊ വേണ്ട ഇയാൾ വൈറലാണ് വരെ 1 വർഷം ഞാൻ നിന്നപ്പോൾ സ്റ്റാൻഡേർഡായി. ഇപ്പൊ ഈവൻ രാഹുൽ ഈശ്വര, രഞ്ജിനി മേനൻ ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യണം. ഇയാൾ വന്നോടെ ഈ കോമാളിത്തം കൂടി.
പെരേര ഒരു വർഷം കഴിഞ്ഞിട്ട് വന്ന. ഇതിന് തുടക്കൂട്ടതാരാ? തുടക്കൂട്ടം ഞാനാണ്, അറിയാതായ സ്റ്റാൻഡേർഡായി. ഇപ്പൊ രാഹുൽ ഈസ്റ്ററിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, രഞ്ജിൻ ആ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന. അപ്പോഴാണ് ഇങ്ങേര് വന്നിട്ട് ഇത് കോമാളിത്തരം കാണിച്ച് ഈ സംഭവം ആകെ ബോറാക്കിയത്. ഇപ്പൊ വനിതാ ടൈറ്റിൽ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്തരമാണ്. കോമാളിത്തരം സ്റ്റാർട്ട് ചെയ്ത പുള്ളിയാണ്. അതോടെ ട്രാക്ക് മാറിപ്പോയി. പിന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രഷ് പറ്റൽ പറഞ്ഞ ഒരാള് വന്ന് പെരേര കാണിക്കുന്ന കോമാളിത്തരമാണ്. പെരേരനോട് എന്തിനാ അണ്ണം പിടിച്ചിരിക്കുന്നത്? പെരേര കോമാളിത്തരമാണെങ്കിൽ അണ്ണം കാണിക്കുന്നത് നല്ലതാണെങ്കിൽ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ കണ്ടൻസ് നല്ല കണ്ടന്റ് 20K പോവുള്ളൂ. ഇപ്പോൾ ഐൻസ്റ്റീനെ കുറിച്ചും മറ്റേ ക്വാണ്ടം മെക്കാനിക്സ് ഇട്ടിന് 20-30K പോവുള്ളൂ. അന്ന് ക്രഷിന്റെ വീഡിയോ ഇട്ടിന് 800K 1 മില്യണാണ്. അണ്ണാ ഞാൻ പറയട്ടെ, അങ്ങനത്തെ പെരേരെ കുറിച്ച് ചില വീഡിയോസ് ഉണ്ട്, അതിൽ 1 മില്യൺ 8 മില്യൺ വരെ പോയിട്ടുണ്ട്. 8 മില്യൺ വരെ പോയിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ അണ്ണ വണ്ടിയിൽ വരുമ്പോഴൊക്കെ ചിലർ വീഡിയോ എടുത്ത് കുഴപ്പമില്ല, വീഡിയോ എടുക്കുന്ന പക്ഷെ ചില പല വീഡിയോസ് ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറെ വീഡിയോസിൽ അണ്ണൻ ദേഷ്യം വരുന്നുണ്ട്. അണ്ണൻ ആരും മൈൻഡും കൂടി ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും അണ്ണൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും പ്രോബ്ലംസ് ഉണ്ടാവും. ഇതേപോലെ തന്നെ പല നടന്മാരും തിയേറ്ററിൽ പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അണ്ണനൊക്കെ പോയി തോളത്ത് കൈയിടുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റല്ലേ? നടന്ന സംഭവം അതുകൊണ്ട് മീഡിയക്കാരൻ പറഞ്ഞിട്ട് പോയതാണ്. അറിയോ, മീഡിയക്കാരൻ പറഞ്ഞതല്ല അണ്ണ. ഞാൻ പറഞ്ഞെ അണ്ണന്റെ അടുത്ത് ഇപ്പൊ വേറൊരു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തു. അന്ന് എന്റെ ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യം. ഓക്കെ, അത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ടല്ലേ അവരൊരു കാര്യം അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വേറെ ആരും റിയാക്ട് ചെയ്തിട്ട് വേറെ എത്രയോ വേറെ ആക്ടേഴ്സ് ആരും എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അണ്ണ. ഇപ്പൊ ഞാൻ പറയട്ടെ, അണ്ണന് ഓരോ ചിലപ്പോ എപ്പോഴും നന്ദു ചേട്ടൻ അങ്ങനെ ആയിരിക്കില്ല. ആ ചേട്ടന്റെ ആ നേരത്തെ ഞാനും വേറെ ഷെയ്ക്കാണ് ഇവിടെ ഷെയ്ക്കാൻഡിൽ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇവിടെ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത്, റേപ്പ് എന്തൊക്കെയാ കാര്യം നടക്കുന്നത്, അതിനെ കുറിച്ചൊന്നും പറയാം. സാനിയ ഇപ്പോൾ പറഞ്ഞ ആക്ട്രസ് തന്നെ സിനിമാ ഫീൽഡിൽ പ്രോബ്ലംസ് പറയണില്ല. ആരാട്ടനെയും പെരേരയും അവർ മണപ്പൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് കയ്യേറാതെന്ന്. മണപ്പൂർ അവർ ഇതൊക്കെയാണ് സംസാരിക്കുക. എന്തുകൊണ്ട് അവരുടെ ഫീൽഡിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും മറ്റും സംസാരിക്കാത്തത്? ഈ ഷാബു മോഹനും സാന്ത്വ ദിനേശ് എല്ലാം സംസാരിക്കുന്ന ആരാട്ടനും പെരേരയും വനിതാ തിയേറ്ററാണ്. ഇവിടെ കാസ്റ്റിംഗ് കൗച്ച, ബ്ലാക്ക് മണി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും പറയുന്നത്. നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കുന്നത്, പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ മേത്ത് തൊടുന്നത് തെറ്റാണോ? നമ്മൾ ഫ്രണ്ട്ലി രീതിയിൽ ചെയ്താൽ അവര് അടുക്കി ഇടുക്കിയാണ് മോശം. അവിടെ എന്നെ അടിച്ചിട്ടുണ്ട് അവിടെ. വീഡിയോ ഒന്നും ചെയ്തില്ല. അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ അദ്ദേഹം മേത്ത് തൊട്ടപ്പോ അയാള് മൈൻഡ് ചെയ്യാതെ പോയി. അദ്ദേഹം മൈൻഡ് അയാൾ എന്തോ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പൊ അണ്ണം ഇങ്ങനെ പല ആൾക്കാർക്ക് കൈ കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത റിയാക്ഷൻ ഇയാൾക്ക് എന്തിനാണ്? നേരത്തെ അണ്ണം പറഞ്ഞില്ലേ, ഒറ്റ മിനിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല ഞാൻ ഇഷ്ടപ്പെട്ടില്ല അല്ല അതിന് വേറെ രീതി പറയേണ്ട ആവശ്യം എന്താണ്? അണ്ണ ഞാൻ പറയട്ടെ, എല്ലാവരും ഒരേ അണ്ണൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത്. അണ്ണൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ അണ്ണൻ ഓരോ മാനസികാവസ്ഥയിൽ പോകുമ്പോഴായിരിക്കും ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ദേഷ്യം വരും. ചിലപ്പോൾ ഇങ്ങനെ തൊട്ടുമല്ലേ ഇങ്ങനെ വർത്താനം പറയാൻ ചെന്നു, അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അണ്ണൻ കൈ വെച്ചിങ്ങനെ ചിലപ്പോ അവർ നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഒരാളെ തൊടുമ്പോൾ അയാൾ എങ്ങനെ റിയാക്ട് വിളിച്ചു ചോദിച്ചു. നന്ദു പുള്ളി പറഞ്ഞ പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല ഉണ്ടായില്ലായിരിക്കും. പക്ഷെ ആ നേരത്തെ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ കാണിച്ചത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതായിരിക്കും. ചില പല കാര്യങ്ങൾ ചിന്തിച്ചായിരിക്കും നിൽക്കുന്നത്. കാരണം ഞാൻ ലാലേട്ടനെ കുറിച്ച് കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലാണ്. അത് നമുക്ക് ലാലേട്ടന്റെ ഏറ്റവും വലിയ ആളാണ് നന്ദു. ആ ഒരു ഇത് വെച്ചിട്ടാണ് നന്ദു ബിഹേവ് ചെയ്തത്. അല്ലാതെ കൈ കട്ടിക്കൊണ്ടും കാല് കട്ടിക്കൊണ്ടൊന്നും അല്ല. ഞാൻ ചോദിക്കുന്നത്, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന്റെ മേത്ത് തൊടുന്നത് തെറ്റാണോ അല്ലേ? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ പറയട്ടെ, അണ്ണനെ കളിയാക്കുമ്പോൾ അണ്ണനെ ഹേർട്ട് ആവുന്നുണ്ടോ എന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ ഒരു കാര്യം അണ്ണൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, കളിയാക്കുന്നു. ഇത് അണ്ണനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയുന്നില്ല എന്ന് അണ്ണൻ പറഞ്ഞില്ലേ. വളരെ നല്ലൊരു കാര്യമാണത്. പക്ഷേ അണ്ണൻ ഈ എല്ലാ ദിവസവും വീഡിയോ കൂടി ഓരോരുത്തരെ അണ്ണൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ, നിർത്തിയിട്ടില്ല അണ്ണൻ നിർത്തില്ലത്. അണ്ണൻ ഈ VS അച്യുതാനന്ദന്റെ ഇഷ്യൂ ഉണ്ടായതിന്റെ ശേഷവും അണ്ണൻ വീഡിയോ ഇട്ടിട്ടില്ലേ? ഏതാ ഞാൻ പറയണ്ടേ? ഞാൻ എടുത്തു കഴിഞ്ഞ എല്ലാ വീഡിയോസും പെരേരനെ കുറിച്ച് പറഞ്ഞത് പെരേരയുടെ നല്ല വശങ്ങളല്ല. എനിക്കറിയാം എന്തിട്ടാ ഓട് എന്തിട്ടാ ഓടില്ല. അപ്പൊ അണ്ണൻ ഇടുന്നുണ്ട്. അപ്പൊ അണ്ണൻ നെഗറ്റീവ് ഇടുന്നുണ്ട്. റീച്ച് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അണ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാം. അണ്ണൻ പറയുന്നു അണ്ണനെ കളിയാക്കുന്നു ഒരുപാട് പേര്, അണ്ണൻ അത് ഹേർട്ട് ചെയ്യുന്നു. ബേസിക്കലി എന്താ പറയുക, നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഇപ്പോഴും ഈ കാലത്തും മലപ്പുറം, കോഴിക്കോട് അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല മനുഷ്യർ കുറവാണ്. വിളഞ്ഞ സാധനങ്ങളാണ് എന്നെ കളിയാക്കണം. അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും അവർ ആ രീതി എടുക്കുള്ളൂ. അല്ല, ഇതിലൊരു തിരുത്തണ്ട. അണ്ണൻ നല്ലത് പറഞ്ഞ അണ്ണനെ ആരും കളിയാക്കൂല. അണ്ണൻ നല്ലത് മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാം, ഇന്റർവ്യൂസ് വരണം.
ഇവിടെ ഇപ്പം എൻ്റെ കമൻസ് മിക്കവരും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫാൻസാണ്. പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഫാൻസ് ഞാൻ എന്തിട്ടാലും തെരുവിളിയാണ്. സൂപ്പർ സ്റ്റാറിന്റെ ഈ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ, നെഗറ്റീവ് പറയാൻ പാടില്ല. താരാരാധന അവർ മനുഷ്യരല്ലേ, അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഒരു നെഗറ്റീവ് പറഞ്ഞതിന്റെ പേരിലാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. ഈവൻ പെയ്ഡ് PR നടക്കുന്നുണ്ട് പല കേസിലും. ഞാൻ എന്തിട്ടാലും തെരുവിളിയാണ്. പിന്നെ പുറമേ ഉള്ള വീഡിയോസ്, പുറമേ എടുത്ത ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇന്റർവ്യൂസ് വളരെ കുറവാണ്. ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. അപ്പൊ അണ്ണന് പറയാനുള്ള അധികാരമുണ്ട്. എന്നെ കുറിച്ചും പറഞ്ഞോ? ഉണ്ട്. അണ്ണന് പറയാനുള്ള അധികാരമുണ്ട്. സത്യം സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അണ്ണൻ കോക്കിനെ ഇപ്പൊ ചീത്ത പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കോക്കിനെ ഇപ്പൊ പറഞ്ഞത്? കോക്ക് ചെയ്യുന്നത് മോശം. കോക്കിന് ഇഷ്ടപ്പെടുന്ന കോക്ക് ഒരുപാട് നല്ല മൂവീസ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. കോക്കിന്റെ എസ്തെറ്റിക് സെൻസിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ജയിലർ പോലെ മൂവിയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇന്നാളിപ്പോ രവീന്ദ്ര നീ എവിടെ ഇന്നാളെ ഇറങ്ങിയ ഫിലിമാണ്. നല്ല സിനിമ. പുള്ളി നശിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു മൂവിയാണ് രവീന്ദ്ര നീ എവിടെ, നശിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ബാഡ് ബോയ്സ് അടുത്ത കാലത്ത് ബാഡ് ബോയ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? രണ്ട് ഫിലിം ബാഡ് ബോയ്സ് നെഗറ്റീവ് കൊടുത്താണ്. എന്തിനാ നെഗറ്റീവ് കൊടുത്തത്? പടം കൊള്ളില്ല. അതെ, എന്റെ പടമാണെങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് കൊടുത്താണ്. ഓക്കെ, അതാണ് ഞാൻ ഒരിക്കലും ഒരു അതേ സീലിയോ ബ്രാൻഡ് പടത്തെ രവീന്ദ്രൻ എവിടേക്കാണ് ഞാൻ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഒറ്റ കാര്യമാണ്, ഇപ്പൊ അണ്ണൻ ഒരു സിനിമയെ കുറിച്ച് അണ്ണന്റെ അഭിപ്രായം പറഞ്ഞു, അതെനിക്ക് ഇഷ്ടമായി. ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം അതാണ്. ഓക്കെ, അഭിപ്രായം ഇല്ലാത്ത ഏക ആളെ ഒമർ ലുലു ആണ്. ഒമർ ലുലു മാത്രം സമ്മതിക്കുന്നില്ല, ബാക്കി ആർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളി എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ പടമാണത്. ആയിക്കോട്ടെ, മോശം. ഇപ്പൊ താണ്ഡവൻ പടം മോശമാണ് ഷാജി കൈലാസ് സമ്മതിച്ചല്ലോ. അണ്ണൻ ലുലുവിന്റെ അകത്ത് താണ്ഡവ മൂവി മോശമാണെന്ന് ഷാജി കൈലാസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒമർ ലുലു പറയണം ഈ ബാഡ് ബോയ്സ് ഗുണമില്ല. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. ആകെ കുറച്ച് കൈയടി കിട്ടിയതാ. ആകെ കുറച്ച് കൈയിട്ട് ഞാനും പേരെ വന്നപ്പോഴാണ്. ആ പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പുള്ളി ഇപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ അങ്ങനെ കുറ്റം പറയാൻ അണ്ണൻ ലുലുമാളിൽ പോയിട്ട് ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ തന്നെ ബാഡ് ബോയ്സ് ഞാൻ അഭിനയിച്ച പടമാണ്, എന്നിട്ട് നെഗറ്റീവ് കൊടുക്കാൻ കാരണം പടം കൊള്ളില്ല. അണ്ണൻ ഞാൻ അത് അണ്ണന്റെ അഭിപ്രായം സ്വാർത്ഥതയാണ്. ഞാനിപ്പോ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്വാർത്ഥതയാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോസിറ്റീവ് കൊടുക്കുന്നില്ല. അണ്ണന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. ആ പടം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അണ്ണന്റെ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. കോക്ക് പറഞ്ഞ കോക്കിന്റെ അഭിപ്രായമല്ലേ? അപ്പൊ ഞാനോ കോക്കോ ഇവരോ ആരും കൊടുക്കുന്ന റിവ്യൂ അല്ല. അപ്പൊ കമ്പാരിറ്റീവ് എല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യങ്ങളല്ലേ? പക്ഷെ ഇങ്ങനെ ബാഡ് ബോയ്സ് മോശം പടമാണ്, അതുകൊണ്ടാണ് മോശം പറഞ്ഞു. പക്ഷേ രവീന്ദ്രൻ എവിടെ നല്ലൊരു സിനിമയാണ്. പക്ഷെ ബാഡ് ബോയ്സ് ഇഷ്ടപ്പെട്ട ആൾക്കാരും ഇല്ലേ? അത് വളരെ കുറവായിരിക്കും. എന്നാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ അണ്ണൻ ഒരു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. അതുപോലെ ശരിയാണ്. ഇപ്പൊ താണ്ഡവം രജോള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഒമർ ലുലു അണ്ണന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വിളിക്കാറുണ്ട്. പക്ഷെ പുള്ളി അറിയാൻ ആ സിനിമ പരാജയപ്പെടാൻ കാരണം ഞാൻ നെഗറ്റീവ് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ അങ്ങനെ അണ്ണന്റെ റിവ്യൂ ആണ് ബാഡ് ബോയ്സ് പൊളിയാൻ കാരണം. അത് കണ്ട ആൾക്കാർ പറയുന്ന OTT വന്നപ്പോൾ ഒരു മുഴുവൻ കാണുന്നവർക്ക് 100 രൂപ കൊടുക്കാന്നൊക്കെ പറയാം. മുഴുവൻ കാണുന്നവർക്ക് 100 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാം. ബുദ്ധിമുട്ടാൻ കണ്ട അത്രയ്ക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഉണ്ട് ആ പടത്തിൽ. ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിൽ കുറെ അണ്ണൻ നമ്മളെല്ലാരും കുറച്ച് നിലവാരമാണ് വിചാരിച്ചത്. വിചാരിച്ചത് അണ്ണൻ ഞാൻ പറഞ്ഞ അണ്ണൻ വന്ന സീന ഞാൻ പറഞ്ഞേ. അണ്ണൻ ഇപ്പൊ വനിതയിൽ പോവാറുണ്ടോ? ഞാൻ പോകാറില്ല. എനിക്കത് ഇനി പോയി അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയാൽ എനിക്കത് കേസ് എന്ന് പറയാം പറഞ്ഞു. ആ തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെയാണ്. എറണാകുളത്ത് മാത്രം അറിയപ്പെടുന്ന തിയേറ്ററായിരുന്നു. ഒറ്റ കാര്യം ഇതിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം, ഞാൻ ആരുമല്ല, എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, ആ വിനിത തിയേറ്റർ ആളുകളിലേക്ക് എത്താൻ ഒരു ഭാഗം അണ്ണൻ്റെതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആറാട്ടെണ്ണം വരുന്ന തിയേറ്ററിൽ നിന്ന് ഒരു ടൈമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് കുറെ. എടപ്പള്ളിയിലെ ഏറ്റവും നല്ല പാർക്കിംഗ് ഉള്ള തിയേറ്റർ എറണാകുളത്ത് അറിയപ്പെടുന്ന തിയേറ്ററായിരുന്നു. ഈ തിയേറ്റർ വെച്ച് കേൾക്കാത്ത ആരും ഇല്ല. അപ്പൊ ഇതിലൊക്കെ എറണാകുളത്ത് മാത്രമല്ല, ഓൾമോസ്റ്റ് ഈ സിനിമ കാണുന്ന എല്ലാ വെള്ളിയേഴ്സിനും അറിയാം തിയേറ്റർ. പക്ഷെ ഇപ്പൊ എന്താണ് അണ്ണൻ ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റുന്നത്? അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ തള്ളിക്കളഞ്ഞു. ആ തിയേറ്റർ ഓണിന്റെ പ്രശ്നമല്ല, ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, പല മീഡിയക്കാരോട് ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുക്കണം. ഫോക്കസ് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആണ് ഏറ്റവും ഫെയിം. സിനിമാക്കാർക്ക് ആ ഫെയിം മേടിക്കേണ്ടവര്. അണ്ണ വന്ന സീൻ എനിക്ക് ഇഷ്ടമായി. അതാ പറഞ്ഞു, ഞാനും പേരെ അത് മാത്രം കൈയടി കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ നിലവാരമുള്ള ആളാണോ? അപ്പൊ അണ്ണൻ വന്ന സീൻ ഞാൻ കൈയടിച്ചെങ്കിൽ ഞാൻ നിലവാരമുള്ള ആളാണോ? അല്ല, അത് ഞാൻ നിലവാരമുള്ള ആളാണോ?
അണ്ണ വന്ന് തമാശക്ക് പറഞ്ഞ നമ്മള് സീരിയസ് ബാഡ് ബോയ്സ് മൂവി ആകെ 2 സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് ഫിലിം ഫ്ലോപ്പ് ആയി. ഞാൻ പറഞ്ഞേക്ക് അണ്ണൻ വന്ന സീൻ ഞാൻ കൈയടിച്ച ആളാ. എനിക്ക് ഞാൻ പറഞ്ഞില്ല ആ പടത്തിലെ ചില മൊമെന്റ് ഫുൾ ആയിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബാഡ് ബോയ്സിലെ ചില മൊമെന്റ്സ് എനിക്ക് ഇഷ്ടമായിരുന്ന. അണ്ണൻ വന്ന സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആ ബാത്റൂമിൽ ഇടിക്കാൻ വന്ന സീനൊക്കെ എനിക്ക് ഇഷ്ടമായി. പെരേരനെ വെള്ളത്തിനകത്തിട്ട് ചൂടുന്നതും എനിക്ക് ഇഷ്ടമായി. ആ ചിരിക്കാനുള്ള. അപ്പൊ ഞാൻ കൈയടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ അതിനകത്ത്. അപ്പൊ ഞാൻ അണ്ണ ഞാൻ പറയട്ടെ, എന്റർടൈൻമെന്റ് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോണത് മാത്രമല്ല. അല്ല ഞാൻ പറയുന്നേക്ക്. അപ്പൊ എനിക്ക് ആ സിനിമയിൽ അണ്ണൻ വന്ന സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൈയടിച്ചാളാ, ഞാൻ കുറെ ചിരിച്ചാളാ. അപ്പൊ ഞാൻ നിലവാരമില്ലാത്തവനാണോ? ഞാൻ പറഞ്ഞത് ആ സീനല്ല. ബാഡ് ബോയ്സ് പൊതുവേ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞാണ്. അങ്ങനെ ഞാൻ ബാഡ് ബോയ്സ് പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ പടത്തിലെ കുറെ മൊമെന്റുകൾ ഇതേപോലെ പല കുറെ മൊമെന്റ്സ് അത് ഇഷ്ടപ്പെടും. അപ്പൊ അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നാണ്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ആ കുറച്ച് ആൾക്കാരും ഒരു ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഒരുപാട് ആൾക്കാർ ഒരു സിനിമയുടെ പുറകിൽ കഷ്ടപ്പെടുന്നത് അല്ലേ. ഇതെല്ലാം പറയുമ്പോ ഈ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ച്, ബ്ലാക്ക് മണി, പല സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലാക്ക് മണി ചേർക്കാൻ വേണ്ടി തന്നെയാണ്. ഇതൊന്നും ഇവർ പറയുന്നില്ല. ഇവർക്ക് ഇഷ്യൂ ആറാട്ടനും പെരേരയും വനിതാ തിയേറ്ററൊക്കെയാണ്. ഇവിടെ ഹേമ കമ്മിറ്റി അവിടെ പോയി. അല്ലെങ്കിൽ ആരും പറയുന്നില്ലല്ലോ. ഭൂരിഭാഗം ആൾക്കാരും മസാലയുടെ പുറകെ തന്നെയാണ്. മസാല ഇറക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു ആളാണ്. പുള്ളി എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമില്ല. പക്ഷെ പുള്ളി നല്ല എഡ്യൂക്കേറ്ററാണ്, നല്ല ഇന്റലക്ച്വലാണ്. പക്ഷെ പുള്ളി ഇറക്കുന്ന സിനിമ കണ്ടില്ലേ? കാരണം അങ്ങനെ സിനിമകളെ ഓടുള്ളൂ. അതൊരു ഹാർഷ് റിയാലിറ്റിയാണ്. അതൊരു ആർട്ടല്ലേ, ആർട്ടിലൂടെ. പഴയ ജോൺ അബ്രഹാം അല്ലെങ്കിൽ അരവിന്ദൻ അവരുടെ പടം ഒന്നും ഓടാത്തത് എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും കളിയാക്കുന്നില്ല. അരവിന്ദൻ ജോൺ അബ്രഹാം ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നിട്ട് 4 സിനിമയിൽ ഒരു സിനിമ പുള്ളി കൊമേഴ്സ്യലൈസ് ചെയ്തു. പ്രേംനസീറിന്റെ അടുത്ത് പോയിട്ട് ഡേറ്റ് ചോദിച്ചു. അങ്ങനെ പുള്ളിന് കോംപ്രമൈസ് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ജോൺ അബ്രഹാം പറയുമ്പോൾ ആൾക്കാർ പറയും മറ്റേ ഹോളിവുഡ് അയാളല്ല ഡയറക്ടർ. അയാൾ പോലും പ്രേംനസീറിന്റെ ഡേറ്റ് വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ച ആളാണ്. പുള്ളി പോലും ഇത്രയും ആർട്ടിനെ സിൽസില പുള്ളി പോലും കോംപ്രമൈസ് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് അമേരിക്കൻ സ്റ്റൈലാണ്. പുള്ളിയുടെ പടം എടുത്തു കഴിഞ്ഞാൽ പടം ഓടുകയും ചെയ്യും, പ്രൊഡ്യൂസറിന് കാശും കിട്ടും, മെസ്സേജ് എല്ലാം കിട്ടും. ഫിനാൻഷ്യൽ ഫാക്ടർ തന്നെയാണ്. ഫിനാൻഷ്യൽ ജോൺ അബ്രഹാം പോലും. ഓക്കെ, ഈ അമീർ ഖാന്റെ ഇതെല്ലാം എക്സാമ്പിൾ ഒരു സൈഡിൽ പറയുമ്പോൾ നമ്മൾ ഇത് അണ്ണനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്. എനിക്ക് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ പേര് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് അറിയാവുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ് ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യല്ല, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നല്ല മീഡിയ, നല്ല ഒരുപാട് ഓൺലൈൻ മീഡിയ വരികയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒരിക്കലും ഒരു മീഡിയക്കാരനും മോഹൻലാലിനെ കാണുമ്പോൾ അണ്ണനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമോ? ഇല്ല. മമ്മൂട്ടിനെ കാണുമ്പോൾ ചോദിക്കുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? അവരവരുടേതായിട്ടുള്ള മേഖലയിൽ അവരവരുടെ കഴിവുകൾ തെളിയിച്ചു. അണ്ണൻ ഒരു സൈഡിൽ അണ്ണൻ മാസാവാൻ നോക്കുമ്പോൾ അണ്ണൻ മസാലകൾ ഇടുന്നതുകൊണ്ടാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇതിന് വഴി ഉണ്ടാക്കുന്ന അണ്ണനല്ലാണ്. ഞാൻ ഈ മസാല ഇറക്കാതെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് ആ തിരിച്ചറിവാണ് അണ്ണന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതാണ് അതല്ല, അല്ലെങ്കിൽ ഞാൻ ഔട്ടായി. ഇപ്പൊ തന്നെ ഇന്റലക്ച്വൽ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ അണ്ണന് റെസ്പെക്ട് കൊണ്ടുപോകാൻ 2 ഓഡിയൻസ്. ഇപ്പൊ മമ്മൂട്ടി ടർബോയും ചെയ്യുന്നു, അതിന്റെ ഒപ്പം വേറെ ഹോട്ട് ഫിലിംസും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ വീണ്ടും പറയുന്നു, മമ്മൂട്ടി മസാല ചെയ്യുന്നില്ല. എക്സാമ്പിളാ പറഞ്ഞ. അപ്പൊ ഞാൻ എന്റെ പുള്ളിയുടെ ഇവരെല്ലാം 2 മെയിൻറ്റെയിൻ ചെയ്യേണ്ട. സ്റ്റാർഡും മാസിന് വേണ്ടിയാണ്. നടൻ എന്ന് പറയുന്നത് ആക്ടിങ് ക്ലാസ് ഓഡിയൻസ് ഉണ്ട്. 2 മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത്. 2 മെയിൻറ്റെയിൻ ചെയ്യാൻ നിർത്തിയില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അണ്ണൻ എന്തായാലും സമൂഹത്തിൽ ഒരു നല്ല പേര് വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ആഗ്രഹമുണ്ട്. പക്ഷെ അണ്ണന് റീച്ചും നിലനിർത്തണം. അതിനു വേണ്ടിയാണ് അണ്ണൻ മാസും ക്ലാസും മസാലയും മിക്സ് ചെയ്യുന്നത്. ഈ മസാല അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുറച്ച് അണ്ണന് ചിന്തിച്ചു. ഇന്റലക്ച്വൽ, സോഷ്യലി കമ്മിറ്റഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ. പക്ഷെ ഇപ്പോഴും എല്ലാവരുടെയും എന്താ അറിയും, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരുപാട് ടെൻഷനുണ്ട് ജോലിയാണ്. അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർ ഈ ചാനൽസിലെ കാണണം. അതെ, ആളുകളുടെ സ്ട്രെസ് മാറ്റി കൊടുക്കാനുള്ള അണ്ണന്റെ ഐഡിയ ആണോ ഇതൊക്കെ? അല്ല, ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ്. പേര് പറഞ്ഞ പ്രശ്നം, ഞാൻ പേര് പറയുന്ന എക്സാമിന് വേണ്ടിയാണ്. പെരേര അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്ന. ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും എല്ലാവരെക്കാട്ടും റീച്ചുള്ള പെരേര. കാരണം ആളുകൾ ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ റിലാക്സ് ചെയ്യുന്ന ആ വീഡിയോസ് കാണുമ്പോഴാണ്, എസ്പെഷ്യലി ആ കമന്റ്സ് വായിക്കുമ്പോഴാണ്. ഇവിടെ ഉണ്ണി വ്ലോഗിന്റെ റിവ്യൂ പോലും ആരും കാണുന്നില്ല. ഇവിടെ കോക്കിന്റെ റിവ്യൂ. കാരണം കോക്ക് കോമാത്രം കാണിച്ചിട്ട് വരികയാണ്. കോക്കായിട്ട് കോൺടാക്ട് ഉണ്ട്, പക്ഷെ കോക്കിന്റെ റിവ്യൂടെ എനിക്ക് യോജിപ്പില്ല.